യുഎഇയിൽ വ്യക്തിയുടെ ആരോഗ്യ സംബന്ധമായ എല്ലാ വിവരങ്ങളും എമിറേറ്റ്സ് ഐഡി കാർഡിൽ ഉടൻ ഉൾപ്പെടുത്തുമെന്ന് അധികൃതർ അറിയിച്ചു. ഇതോടെ രാജ്യത്ത് ആശുപത്രികളിൽ പോകുന്ന രോഗികൾ തങ്ങളുടെ മെഡിക്കൽ രേഖകൾ കയ്യിൽ കൊണ്ട് നടക്കേണ്ടതില്ല. തിരിച്ചറിയൽ കാർഡിൽ നിന്ന് ആശുപത്രികൾക്ക് ഇവ പുറത്തെടുക്കാൻ കഴിയും. ഇത് സംബന്ധിച്ച തയ്യാറെടുപ്പുകൾ പൂർത്തിയായതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ആരോഗ്യമേഖലയിലെ വഴിത്തിരിവാകുന്ന ഈ സേവനം താൽപര്യമുള്ള സ്ഥാപനങ്ങൾക്ക് വൈകാതെ ലഭ്യമാക്കാനാകുമെന്ന് അധികൃതർ അറിയിച്ചു. കുവൈറ്റിലെ ജഹ്റ വ്യവസായ മേഖലയിൽ സുരക്ഷാ പരിശോധനയിൽ അറസ്റ്റ് ചെയ്ത 504 പേരെ നാടുകടത്തൽ കേന്ദ്രത്തിലേക്ക് മാറ്റി. മൊത്തം 1583 പേർ പിടിയിലായിരുന്നു. ഇവരിൽ 1079 പേരെ മതിയായ താമസരേഖകൾ ഹാജരാക്കിയ ശേഷം പിന്നീട് വിട്ടയച്ചു. നാടുകടത്തൽ കേന്ദ്രത്തിലേക്ക് മാറ്റിയവരിൽ 12 പേർ വിവിധ കേസുകളിൽ പിടികിട്ടാപ്പുള്ളികളാണ്. 248 പേർ താമസരേഖകളില്ലാത്തവരും 39 പേർ സ്പോൺസർമാർ നൽകിയ ഒളിച്ചോട്ട കേസുകൾ ഉൾപ്പെട്ടവരും 137 പേർ തൊഴിൽ നിയമം ലംഘിച്ച് ജോലി ചെയ്തവരുമാണ്. ദുബായിൽ ടാക്സികളെയും ഡ്രൈവർമാരെയും നിരീക്ഷിക്കുന്നതിനായി ദുബായ് ടാക്സി കോർപ്പറേഷൻ നടപ്പിലാക്കിയ സ്മാർട്ട് മോണിറ്ററിംഗ് സംവിധാനത്തിന് അംഗീകാരം. യുഎഇ ഐഡിയാസ് കോൺഫറൻസ് അവാർഡ് ചടങ്ങിൽ പ്രൊമോഷൻ ബിസിനസ് വിഭാഗത്തിലാണ് പുരസ്കാരം ലഭിച്ചത്. ടാക്സി ഡ്രൈവർമാരുടെ മികവ് വിലയിരുത്താൻ സഹായിക്കുന്ന സംവിധാനമാണ് സ്മാർട്ട് മോണിറ്ററിംഗ്. നിലവിൽ 4600 ടാക്സികൾ കോർപ്പറേഷന് കീഴിൽ സർവീസ് നടത്തുന്നുണ്ട്. അബുദാബിയിൽ 2 പേർക്ക് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ഇവർ ശരിയായ പരിചരണത്തിലാണെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശപ്രകാരമുള്ള പ്രവർത്തനങ്ങളാണ് വൈറസ് ബാധ തടയുന്നതിനായി സ്വീകരിച്ചിട്ടുള്ളതെന്ന് അബുദാബി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ലോകത്താകെ ഇതിനോടകം 1626 പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ജൂൺ 21 ശേഷം ഇതാദ്യമായാണ് യുഎഇയിൽ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ജനങ്ങളാണ് രാജ്യത്തെ ചരിത്രം നിർമ്മിക്കുന്നത്. ഈ രാജ്യത്തെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ സംഘടിക്കണം. ചരിത്രം ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒപ്പം ഭാവിയിലേക്കുള്ള ഒരു തിരുത്തൽ രേഖയും. പുതിയ ചിന്ത, പുതിയ കർമ്മം, പുതിയ കേരളം. പങ്കെടുക്കൂ, അണിചേരൂ ഈ ബഹുജന മുന്നേറ്റത്തിൽ. മതനിരപേക്ഷ അഴിമതിമുക്ത വികസിത കേരളം എന്ന സന്ദേശവുമായി പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ചിന് കാസർഗോഡ് ഉജ്ജ്വല തുടക്കം. സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ജാഥ ക്യാപ്റ്റൻ പിണറായി വിജയന് രക്തപതാക കൈമാറിക്കൊണ്ട് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകരെയും ബഹുജനങ്ങളെയും സാക്ഷിയാക്കി പ്രകാശ് കാരാട്ട് രക്തപതാക പിണറായി വിജയന് കൈമാറിയതോടെ നവകേരള മാർച്ചിന് ഔപചാരിക തുടക്കമായി. CPIM-ന്റെ കാസർകോട്ടെ ആദ്യകാല പ്രവർത്തകരും രക്തസാക്ഷി കുടുംബാംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഉദ്ഘാടന ചടങ്ങിൽ P. കരുണാകരൻ MP അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ എന്നിവരും മറ്റ് CPIM നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. ജാഥ ക്യാപ്റ്റൻ പിണറായി വിജയന് ആവേശകരമായ സ്വീകരണമാണ് തുടർന്ന് ഉപ്പളയിലെ പാർട്ടി പ്രവർത്തകർ നൽകിയത്. ആദ്യകാല പാർട്ടി പ്രവർത്തകരെയും കുടുംബാംഗങ്ങളെയും ജാഥ ക്യാപ്റ്റൻ ആദരിച്ചു. കാസർഗോഡ് നഗരത്തിലും ജാഥയ്ക്ക് വലിയ വരവേൽപ്പാണ് ലഭിച്ചത്. ജാഥ ക്യാപ്റ്റനെയും ജാഥാംഗങ്ങളായ MV ഗോവിന്ദൻ മാസ്റ്റർ, KJ തോമസ്, PK സൈനബ, PK ബിജു, MB രാജേഷ്, A സമ്പത്ത്, KT ജലീൽ എന്നിവരെയും പ്രവർത്തകർ ആവേശപൂർവ്വമാണ് വരവേറ്റത്. രണ്ടാം ദിവസം കാസർഗോഡ് ചട്ടഞ്ചാലിൽ നിന്നും രാവിലെ പര്യടനം ആരംഭിക്കും. തുടർന്ന് വൈകിട്ട് 3-ന് കാഞ്ഞങ്ങാടും 4-ന് കാലിക്കടവിലും സ്വീകരണം ഏറ്റുവാങ്ങി കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കും. പയ്യന്നൂരിലാണ് കണ്ണൂർ ജില്ലയിലെ ആദ്യ സ്വീകരണം. CPIM-ന്റെ ബഹുജനാടിത്തറ വ്യക്തമാക്കുന്നതായിരുന്നു ഉപ്പളയിലെ ഉദ്ഘാടന ചടങ്ങ്. തുടർന്ന് കാസർഗോഡ് നൽകിയ സ്വീകരണത്തിലും ആയിരങ്ങളാണ് അണിനിരന്നത്. കാസർഗോഡ് നിന്നും ക്യാമറാമാൻ ബാബുരാജ് മുറാഴയ്ക്കൊപ്പം സാലി മുഹമ്മദ്. ഉമ്മൻചാണ്ടി സർക്കാർ അടിമുടി അഴിമതിയിൽ മുങ്ങിയെന്നും വർഗീയതയോട് സന്ധിയില്ലെന്നും നവകേരള മാർച്ച് ഉദ്ഘാടനം ചെയ്ത CPM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പറഞ്ഞു. ലാവ്ലിൻ കേസിലെ ഉപഹർജി ഉമ്മൻചാണ്ടിയുടെ പരാജയഭീതി മൂലമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. അക്കൗണ്ട് തുറക്കുമെന്ന പ്രഖ്യാപനം BJPയുടെ വ്യാമോഹമാണെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. BJPയുടെ കൊലപാതക രാഷ്ട്രീയത്തെ ജനങ്ങളെ അണിനിരത്തി നേരിടുമെന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞു. UDF ഭരണത്തിൽ സമസ്ത മേഖലകളിലും കേരളം തകർന്നെന്ന് കേരളത്തിന്റെ പുനർനിർമ്മാണം അനിവാര്യമാണെന്നും ജാഥ ക്യാപ്റ്റൻ പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. March begins. The slogans that have been raised through this Nava Kerala March is extremely relevant and significant in the situation that is being faced today in Kerala and the rest of the country. We have seen
nearly 5 years of the UDF government's rule here in this state. And in these nearly 5 years of the rule of the Umman Chandi government, we have seen Kerala going backwards, not forward. ഈ കേരളം ഒരു കാലത്ത് പേരുകേട്ട കള്ളന്മാർ ഉണ്ടായിരുന്ന സംസ്ഥാനമാണ്. കായംകുളം കൊച്ചുണ്ണി, ഇത്തിക്കര പക്കി, മുളമൂട്ടിൽ അടിമ. ഇവരെ ഇപ്പോഴത്തെ മന്ത്രിമാരെ കുറിച്ച് കേൾക്കുമ്പോൾ അവരൊക്കെ എത്ര നിസ്സാരന്മാരാണ്. അവരെങ്ങാൻ ഇപ്പം ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയുടെ മുമ്പിൽ വന്ന് സാഷ്ടാംഗ പ്രണാമം ചെയ്യുമായിരുന്നു. പൂടിക്കിഴകൻ പ്രയോഗം അതിലേർപ്പെട്ടിരിക്കുകയാണ്. അതാണ് ഇന്നലെ ഹൈക്കോടതിയിൽ ലാവ്ലിൻ കേസ് വീണ്ടും കുത്തിപ്പൊക്കിയിരിക്കുകയാണ്. അവരുദ്ദേശിക്കുന്നത് എന്താണ്? ഈ ജാഥയിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന വികസന അജണ്ട അത് ജനങ്ങളിൽ ചർച്ചാ വിഷയമാകാതിരിക്കണം. CPIM ഇടതുപക്ഷവും ആവിഷ്കരിക്കുന്ന രാഷ്ട്രീയ നയങ്ങൾ ജനങ്ങൾ ചർച്ചാ വിഷയമാകാതിരിക്കണം. അവരുടെ അഴിമതി ജനങ്ങളിൽ ചർച്ചാ വിഷയമാകാതിരിക്കണം. AKG പഠന ഗവേഷണ കേന്ദ്രം മുന്നോട്ട് വെച്ചിട്ടുള്ള വികസന അജണ്ട അത് കേരളത്തിലെ ജനങ്ങളുടെ അംഗീകാരം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ചർച്ചാ വിഷയമാകാതിരിക്കാനാണ് ചർച്ച വീണ്ടും ലാവ്ലിൻ വിഷയത്തിലേക്ക് തള്ളിവിടാൻ വേണ്ടിയാണ് ഹൈക്കോടതിയിൽ 2 കൊല്ലം 2 മാസം കഴിഞ്ഞ് ഇപ്പോൾ ഒരു പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത്. ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു നീക്കമാണ്. 65 രാജ്യങ്ങളാണ് ഇപ്പോൾ അദ്ദേഹം ടൂർ ചെയ്ത് കഴിഞ്ഞിപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ്. പാത്ത് അവിടെ ഇവിടെയുമായിട്ട് ഇപ്പോൾ നടക്കുകയാണ്. ജനങ്ങൾ ഇതെല്ലാം ചോദിച്ചേക്കുമെന്നുള്ള നിലയിൽ ഇങ്ങനെ കബളിപ്പിക്കലിൻ്റെ വഞ്ചനയുടെ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടാണ് BJP അധികാരത്തിൽ ഇപ്പോൾ തുടരുന്നത്. ഈ ഗവൺമെന്റും 1.5 കൊല്ലത്തെ ഭരണത്തിനിടയിൽ തന്നെ അവരുടെ ചതിയും വഞ്ചനാപരമായ സമീപനവും എല്ലാം തന്നെ ജനങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇവർക്കും ഏറിയ കാലം ഇന്ത്യൻ ജനതയെ അഭിമുഖീകരിച്ചുകൊണ്ട് ഭരണത്തിൽ തുടരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഒരു മാറ്റം അനിവാര്യമാണ്. അത് ഇന്ത്യയുടെ തെക്കേറ്റമായ കേരളത്തിൽ നിന്ന് തുടങ്ങി ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ മാറിക്കൊണ്ട് ഒരു ദേശീയാടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് വരുന്ന സന്ദർഭത്തിൽ ആ മാറ്റം ഒന്നിനു പുറകെ ഒന്നായ മാറ്റം ഇടതുപക്ഷ മതനിരപേക്ഷ കക്ഷികൾക്ക് രാജ്യം ഭരിക്കുവാനുള്ള സാഹചര്യം ഒരുങ്ങുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾക്കും ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്കും അസൂയ ഉളവാക്കിയ ഒരു സംസ്ഥാനമാണ്. ചില മേഖലയിൽ അത്ര വലിയ പുരോഗതി നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ മേഖലകൾ ഇപ്പോൾ പരിശോധിച്ചാൽ അതിലും വലിയ തകർച്ച വന്നിരിക്കുന്നുവെന്നാണ് കാണാൻ നമുക്ക് പറ്റും. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ രംഗം ലോകപ്രശസ്തമായ രംഗങ്ങളാണ്. ഒട്ടേറെ നേട്ടങ്ങൾ നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴുള്ള സ്ഥിതി പരിശോധിച്ചാൽ ഈ രംഗങ്ങളിലെല്ലാം വലിയ തോതിലുള്ള പിറകോട്ട് പോക്കാണ് സംഭവിച്ചിട്ടുള്ളത്. സർക്കാരിന്റെ ഉപഹർജിയിൽ ഉടൻ വാദം കേൾക്കണമെന്ന ആവശ്യം ഹൈക്കോടതി നിരസിച്ചു. ഫെബ്രുവരി അവസാന വാരം വാദം കേൾക്കണമെന്ന് കോടതി അറിയിച്ചു. അതേസമയം കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ടുള്ള സ്വകാര്യ ഹർജികൾ ഹൈക്കോടതി തള്ളി. ലാവ്ലിൻ കേസിൽ ആരോപണ വിധേയരെ കുറ്റവിമുക്തരാക്കിയ തിരുവനന്തപുരം CBI കോടതി വിധിക്കെതിരെയുള്ള റിവിഷൻ ഹർജികളിൽ ഉടൻ വാദം കേട്ട് വിധി പറയണമെന്നാവശ്യപ്പെട്ടാണ് സർക്കാർ ഹൈക്കോടതിയിൽ ഉപഹർജി സമർപ്പിച്ചിരുന്നത്. ഉപഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പിണറായി വിജയന്റെ അഭിഭാഷകൻ വാദിച്ചു. തെരഞ്ഞെടുപ്പ് ലാക്കാക്കിയാണ് സർക്കാരിന്റെ ഉപഹർജിയെന്നും മുതിർന്ന അഭിഭാഷകൻ MK ദാമോദരൻ കോടതിയെ ബോധിപ്പിച്ചു. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് ഇന്ന് തുടങ്ങവേ രാഷ്ട്രീയ പ്രേരിതമായാണ് DGP T ആസഫ് അലി സമർപ്പിച്ച ഉപഹർജിയെന്നും അഡ്വക്കേറ്റ് MK ദാമോദരൻ വാദിച്ചു. എന്നാൽ സർക്കാരിന് സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയ കേസായതിനാൽ ഹർജിയിൽ ഉടൻ വാദം കേൾക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടു.
2 വർഷം സർക്കാർ എവിടെയായിരുന്നുവെന്ന് കോടതി ചോദിച്ചു. സർക്കാരിന് സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയ വർഷങ്ങൾ പഴക്കമുള്ള നിരവധി കേസുകൾ ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. അതിനാൽ അടിയന്തര പ്രാധാന്യം നൽകി പരിഗണിക്കാനാവില്ലെന്നും ഫെബ്രുവരി അവസാന വാരം ഉപഹർജി പരിഗണിക്കാമെന്നും ജസ്റ്റിസ് പി ഉബൈദ് അറിയിക്കുകയായിരുന്നു. CBIയുടെ റിവിഷൻ ഹർജിയിൽ സർക്കാരിന് കക്ഷി ചേരാനും കോടതി അനുമതി നൽകി. അതേസമയം ലാവ്ലിൻ കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ടുള്ള TP നന്ദകുമാറിന്റെയും EMS സാംസ്കാരിക വേദിയുടെയും ഹർജികൾ കോടതി തള്ളി. കേസിൽ റിവിഷൻ ഹർജി പരിഗണനയിലിരിക്കെ തുടരന്വേഷണത്തിന് പ്രസക്തിയില്ലെന്ന് കോടതി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ശബരിമലയിൽ സ്ത്രീകളുടെ പ്രവേശനം സംബന്ധിച്ച കേസിൽ അഭിഭാഷകനെ ഭീഷണിപ്പെടുത്തിയത് അതീവ ഗൌരവതരമെന്ന് സുപ്രീം കോടതി. അഭിഭാഷകർ പിന്മാറിയാലും അമിക്കസ് ക്യൂറി വെച്ച് കേസ് നടത്തുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിക്കുന്നതിലെ ഭരണഘടനാ വിഷയമാണ് പരിശോധിക്കുന്നതെന്നും കോടതി പറഞ്ഞു. സുപ്രീം കോടതിയിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയ ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് നൌഷാദ് മുഹമ്മദ് ഖാനെയാണ് കേസിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് ചിലർ ഭീഷണിപ്പെടുത്തിയത്. കേസിൽ നിന്നും പിന്മാറിയില്ലെങ്കിൽ കൊന്നുകളയുമെന്നതുൾപ്പെടെയുള്ള ഭീഷണി സന്ദേശങ്ങളാണ് ലഭിച്ചത്. വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ ഫോൺ വഴിയും സമൂഹ മാധ്യമങ്ങൾ വഴിയുമായിരുന്നു ഭീഷണി. ഈ കാര്യം അഭിഭാഷകരുടെ സംഘടനയാണ് സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അഭിഭാഷകനെ ഭീഷണിപ്പെടുത്തിയ സംഭവം അതീവ ഗൗരവമുള്ളതാണെന്ന് ജസ്റ്റിസ് ദീപക് മിശ്ര പറഞ്ഞു. അഭിഭാഷകർ കേസിൽ നിന്നും പിന്മാറിയാലും അമിക്കസ് ക്യൂറിയെ വെച്ച് കേസ് തുടരുമെന്നും കോടതി വ്യക്തമാക്കി. ഭീഷണിപ്പെടുത്തിയവർക്കെതിരെയുള്ള നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കോടതി തിങ്കളാഴ്ച തീരുമാനമെടുക്കും. ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ നൽകിയ ഹർജി പരിഗണിച്ച കോടതി സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം അനുവദിച്ചുകൂടെയെന്ന് കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു. ഇതിനുശേഷമാണ് അഭിഭാഷകന് ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. പത്താൻകോട്ട് ഭീകരാക്രമണത്തിലെ പാക് നിലപാട് ചർച്ച ചെയ്ത് ദില്ലിയിൽ ഉന്നതതല യോഗം ചേർന്നു. ആഭ്യന്തരമന്ത്രി, പ്രതിരോധ മന്ത്രി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. അതേസമയം ജെയ്ഷെ മുഹമ്മദ് തലവൻ മൌലാന മസ്തൂദ് അസർ കരുതൽ തടങ്കില്ലെന്ന് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യ നിയമമന്ത്രി റാണ സനവുള്ള പറഞ്ഞു. സരിത എസ് നായരുടെ കത്തിൽ മന്ത്രിമാർ ഉൾപ്പെടെ 14 വ്യക്തികളുടെ പേരുണ്ടെന്ന് മുൻ ജയിൽ DGP അലക്സാണ്ടർ ജേക്കബ്. മുഖ്യമന്ത്രിയുടെ പേരില്ലെന്നും മറ്റു മന്ത്രിമാരുടെ പേര് പറയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സരിതയെ കാണാൻ മാരകായുധങ്ങളുമായി എത്തിയ ഏതാനും പേരെ തിരിച്ചയക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം സോളാർ കമ്മീഷനിൽ മൊഴി നൽകി. പോലീസ് കസ്റ്റഡിയിൽ സരിത എസ് നായർ എഴുതിയ 21 പേജ് കത്തിൽ 13 VIP-കളുടെയും ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെയും പേരുണ്ട് എന്നാണ് മുൻ ജയിൽ DGP അലക്സാണ്ടർ ജേക്കബ് മൊഴി നൽകിയത്. മുഖ്യമന്ത്രിയുടെ പേരിലെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം മറ്റു മന്ത്രിമാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും പേര് പറയില്ലെന്നും സോളാർ കമ്മീഷൻ ജസ്റ്റിസ് G ശിവരാജൻ മുമ്പാകെ മൊഴി നൽകി. സരിതയെ പത്തനംതിട്ട ജില്ലാ ജയിലിൽ നിന്ന് അട്ടക്കുളങ്ങര ജയിലിലേക്ക് മാറ്റിയ 2013 ജൂലൈ 23-ന് മാരകായുധങ്ങളുമായി ഒരു കൂട്ടം യുവാക്കൾ ജയിലിൽ എത്തിയിരുന്നുവെന്നും പബ്ലിക് പ്രോസിക്യൂട്ടറുടെ നിർദ്ദേശപ്രകാരമാണ് തങ്ങൾ വന്നിരിക്കുന്നത് എന്ന് ഇവർ ജയിൽ അധികൃതരെ ധരിപ്പിച്ചിരുന്നുവെന്നും അദ്ദേഹം മൊഴി നൽകി. അതേസമയം ഇവരുടെ കൈവശമുണ്ടായിരുന്ന തോക്കുകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ സന്ദർശനാനുമതി നിഷേധിച്ചുവെന്നും കമ്മീഷനെ ബോധിപ്പിച്ചു. എന്നാൽ ഈ കാര്യം കമ്മീഷൻ രേഖപ്പെടുത്തുന്നില്ല എന്ന് ജസ്റ്റിസ് ശിവരാജൻ അറിയിച്ചു. സരിതയുടെ കുഞ്ഞമ്മയുടെ മകനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഒരു യുവാവ് സരിതയെ ജയിലിൽ സന്ദർശിച്ചുവെന്നും മുൻ ജയിൽ DGP മൊഴി നൽകിയിട്ടുണ്ട്. സരിതയുടെ അമ്മയ്ക്കൊപ്പമാണ് ഇയാൾ വന്നത് എന്നും പിന്നീടുള്ള അന്വേഷണത്തിൽ സരിതയുടെ കുഞ്ഞമ്മയ്ക്ക് ഇങ്ങനെ ഒരു മകനില്ല എന്ന് തെളിഞ്ഞുവെന്നും അദ്ദേഹം കമ്മീഷനെ ബോധിപ്പിച്ചു. എറണാകുളം ACJM കോടതിയിൽ സത്യവാങ്മൂലം നൽകുന്നതിന്റെ തലേന്നായിരുന്നു സരിതയുമായുള്ള ഈ കൂടിക്കാഴ്ചയെന്നും ഇതിനുശേഷം സരിതയ്ക്ക് മനംമാറ്റമുണ്ടായി എന്നും അദ്ദേഹം കമ്മീഷനെ ബോധിപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ PA ശ്രീകുമാർ താങ്കളെ വിളിച്ചിരുന്നോ എന്ന ചോദ്യത്തിന് തനിക്ക് ഓർമ്മയില്ല എന്നാണ് അലക്സാണ്ടർ ജേക്കബ് മറുപടി നൽകിയത്. ഓർമ്മയില്ല എന്ന മറുപടിയും മന്ത്രിമാരുടെ പേര് പറയാനാകില്ല എന്ന പിടിവാശിയും അലക്സാണ്ടർ ജേക്കബിനെതിരെ കമ്മീഷന്റെ വിമർശനത്തിന് ഇടയാക്കി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പീപ്പിൾ ഇംപാക്ട് മൈക്രോ ഫിനാൻസ് തട്ടിപ്പിലെ എല്ലാ കേസുകളും ക്രൈംബ്രാഞ്ചിന് വിടാൻ ഹൈക്കോടതി ഉത്തരവ്. സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിന്റെ പ്രത്യേക സംഘം അന്വേഷിക്കണമെന്നും നിർദ്ദേശം. അടൂർ സ്വദേശി നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. സുനന്ദ പുഷ്കറിന്റെ മരണം അസ്വാഭാവികം തന്നെയെന്ന് ദില്ലി പോലീസ്. എല്ലാ തെളിവുകളും പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും ദില്ലി പോലീസ് കമ്മീഷണർ BS ബസി അറിയിച്ചു. ആന്തരികാവയവ പരിശോധനയുടെ അന്തിമ റിപ്പോർട്ട് എയിംസ് ആശുപത്രിയിൽ ദില്ലി പോലീസിന് കൈമാറി. വാഷിംഗ്ടണിലെ FBI ലാബ് നൽകിയ പരിശോധനാ ഫലം കൂടി പഠിച്ചതിന് ശേഷമാണ് എയിംസ് ആശുപത്രി ദില്ലി പോലീസിന് അന്തിമ റിപ്പോർട്ട് നൽകിയത്. 11 പേജുള്ള റിപ്പോർട്ടിൽ മരണം സംഭവിച്ചത് വിഷാംശം ഉള്ളിൽ ചെന്നിട്ടാണെന്ന കാര്യം ശരിവയ്ക്കുന്നു. എന്നാൽ ഏത് തരത്തിലുള്ള വിഷമാണ് എന്നത് റിപ്പോർട്ടിൽ പറയുന്നില്ല. വിഷം ഏതാണ് എന്നത് വ്യക്തമാക്കുന്ന മറ്റൊരു റിപ്പോർട്ട് കൂടി എയിംസ് നൽകിയിട്ടുണ്ടെന്നാണ് സൂചന. എയിംസിൽ നിന്നും അന്തിമ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടെന്നും ഇത് വിശദമായി പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും ദില്ലി പോലീസ് കമ്മീഷണർ BS ബസി അറിയിച്ചു. സുനന്ദയുടെ ശരീരത്തിൽ റേഡിയോ ആക്റ്റീവ് പദാർത്ഥം കണ്ടെത്താൻ വാഷിംഗ്ടൺ FBI നടത്തിയ പരിശോധനയിൽ കഴിഞ്ഞിട്ടില്ല.
എന്നാൽ ഇതുവരെയുള്ള തെളിവുകൾ പ്രകാരം സുനന്ദയുടെ മരണം അസ്വാഭാവികമാണ് എന്നതിൽ സംശയമില്ലെന്നും ദില്ലി പോലീസ് കമ്മീഷണർ പറഞ്ഞു. मैं जो FBI की रिपोर्ट के बारे में आप बातचीत कर रहे हैं, अब मैं जो आप कह रहे हैं कि डेंजरस केमिकल, इसकी मुझे कोई जानकारी नहीं है. FBI की जो रिपोर्ट हमारे पास आई थी, मैंने आपको उसके बारे में बताया था कि उसमें एक बात रूल आउट हुई थी कि इट कंटेन बिकॉज नन ऑफ द सैंपल्स कंटेन्ड एनी रेडियो एक्टिव मटीरियल. तो मैं इतना ही कंफर्म कर पाऊंगा कि कोई रेडियो एक्टिव मटीरियल नहीं है, बट सर्टन अदर फाइंडिंग्स वर देयर. वो सारी की सारी फाइंडिंग्स इन पूरी की पूरी रिपोर्ट रादर हमने मेडिकल बोर्ड को दे दी थी. मेडिकल बोर्ड ने उसको बड़ी गंभीरता के साथ में एग्जामिन किया है. एग्जामिन करने के बाद में उन्होंने जो हमें रिपोर्ट दी है, दैट रिपोर्ट एज आई टोल्ड यू इज़ 11 पेजेस रिपोर्ट, और उसके साथ में देयर आर लॉट ऑफ एनेक्शर्स, जो तकरीबन 32 पेजेस के एनेक्शर्स हैं, इफ़ आई एम नॉट रॉन्ग. तो इसको अब एग्जामिन करेंगे. एग्जामिन करने के बाद में जो भी कार्रवाई आगे होगी, फर्दर इन्वेस्टिगेशन, उसको हम करके फिर जल्दी से जल्दी फाइनलाइज करने का हमारा अटेम्प्ट होगी. എയിംസിൽ നടത്തിയ പരിശോധനയിലും FBI ലാബിൽ നടത്തിയ പരിശോധനയിലും വിഷമാണ് മരണകാരണം എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സുനന്ദയുടെ ശരീരത്തിലേക്ക് വിഷം കുത്തിവെച്ച് കൊലപ്പെടുത്തിയതാണ് എന്ന നിഗമനത്തിലാണ് ദില്ലി പോലീസ്. എയിംസ് റിപ്പോർട്ട് ലഭിച്ച സാഹചര്യത്തിൽ സുനന്ദയുടെ ഭർത്താവ് ശശി തരൂർ MPയെ വീണ്ടും ചോദ്യം ചെയ്തേക്കും. 2014 ജനുവരിയിലാണ് ദില്ലിയിലെ ലീല പാലസ് ഹോട്ടലിൽ സുനന്ദ പുഷ്കറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറും കേരള സംസ്ഥാന വൈദ്യുതി ബോർഡും സംയുക്തമായുള്ള ഓൺലൈൻ ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെന്റ് സംവിധാനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. ഉപഭോക്താക്കൾക്കായുള്ള ഓൺലൈൻ സംവിധാനത്തിന്റെ ഉദ്ഘാടനം SBT മാനേജിംഗ് ഡയറക്ടർ ജീവൻദാസ് നാരായൺ, KSCB ചെയർമാൻ M ശിവശങ്കർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. SBTയുടെ ഇന്റർനെറ്റ് ബാങ്കിംഗ് ഇടപാട് വഴി ഉപഭോക്താവിന്റെ ബിൽ തുക ഉടനടി വരവ് വയ്ക്കപ്പെടുന്നതാണെന്ന് ബിൽ പേയ്മെന്റ് സംവിധാനം. ഈ സജ്ജീകരണത്തിലൂടെ മറ്റ് പ്രത്യേക ചാർജുകളൊന്നും കൂടാതെ തന്നെ ഉപഭോക്താക്കൾക്ക് പണം അടവ് നടത്താമെന്ന് SBT മാനേജിംഗ് ഡയറക്ടർ വ്യക്തമാക്കി. രജിസ്റ്റേർഡ് ഉപഭോക്താക്കൾക്ക് പവർ കട്ടിന്റെ സമയം വൈദ്യുതി ബോർഡിൽ നിന്ന് സന്ദേശമായി ലഭ്യമാക്കാനുള്ള സൗകര്യവും പുതിയ പദ്ധതിയിലുണ്ട്. പണമടവ് മുടക്കം മൂലം നാട്ടിലുള്ള ഭവനത്തിലെ വൈദ്യുതി വിച്ഛേദിക്കപ്പെടുമെന്ന ആശങ്കകൾ ഇല്ലാതെ വിദേശത്തിരുന്ന് വൈദ്യുതി ബിൽ അടവ് സാധ്യമാക്കുന്ന ഈ സൗകര്യം പ്രത്യേകിച്ച് പ്രവാസികൾക്ക് ഏറെ പ്രയോജനകരമാണെന്നും SBT MD വ്യക്തമാക്കി. വിഖ്യാത ഗസൽ ഗായകൻ ഗുലാം അലിയുടെ ഗസൽ സന്ധ്യ നിശാഗന്ധിയിൽ നടന്നു. ആയിരക്കണക്കിന് സംഗീതാസ്വാദകരെ സാക്ഷി നിർത്തിയാണ് ഗുലാം അലി ഗസൽ അവതരിപ്പിച്ചത്. സൂര്യൻ ഉത്തരായനത്തിലേക്ക് യാത്ര ചെയ്യുന്ന മകരസന്ധ്യയിൽ ഗസലിന്റെ സൂര്യതേജസ് നിശാഗന്ധിയിൽ സംക്രമിക്കുകയായിരുന്നു. അനുവാചക ഹൃദയങ്ങളിൽ ആവോളം മധുചഷകം നിറച്ച് ഗുലാം അലി പാടി. സ്നേഹത്തിന്റെ വിശ്വഭാഷയാണ് സംഗീതമെന്ന് തെളിയുന്ന നിമിഷങ്ങളായിരുന്നു അത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവ് ഹസൻ നസ്രത്ത് മൊഹാനിയുടെ വിഖ്യാത ഗസൽ പ്രിയഗായകന്റെ ചുണ്ടിലൂടെ ഒഴുകിയിറങ്ങി. ONV അടക്കമുള്ള പൗരപ്രമുഖർ ചേർന്ന് തിരിതെളിയിച്ചതോടെയാണ് ഗുലാം അലിയുടെ ഗസൽ രാവ് ആരംഭിച്ചത്. കേരളത്തിന്റെ സ്നേഹോപകാരങ്ങൾ ഏറ്റുവാങ്ങിയപ്പോൾ ഗുലാം അലിയുടെ മുഖത്ത് അത്ഭുതവും അഭിമാനവും കാണാമായിരുന്നു. സംഗീത സംവിധായകൻ M ജയചന്ദ്രൻ, വൈക്കം വിജയലക്ഷ്മി, അപർണ രാജീവ് എന്നിവർ മഹാഗായകന് മുന്നിൽ സംഗീതാർച്ചന നടത്തി. പണ്ഡിറ്റ് വിശ്വനാഥും ഗുലാം അലിയുടെ പുത്രൻ അമീർ അലിയും ഗസലുകൾ പാടി. എല്ലാത്തിനും സാക്ഷികളായി പൂഴി വീഴാത്തത്രയും പുരുഷാരവും. അസഹൃതയുടെ പുറത്ത് സ്നേഹത്തിന്റെ ഈണങ്ങൾ വിളക്കിച്ചേർത്താണ് ഗുലാം അലിയുടെ സംഗീതരാവ് അവസാനിച്ചത്. S ജീവൻകുമാർ, തിരുവനന്തപുരം.
IREയുടെ മണവാളക്കുറിച്ചി പ്ലാന്റിൽ ചട്ടങ്ങൾ അട്ടിമറിച്ചതിന്റെ പേരിൽ അന്വേഷണ വിധേയമായി സ്ഥലം മാറ്റപ്പെട്ട മാർക്കറ്റിംഗ് സീനിയർ മാനേജർ KES രാമകൃഷ്ണനെ കൊല്ലം ചവറ പ്ലാന്റിൽ പ്രവേശിപ്പിക്കില്ലെന്ന് തൊഴിലാളികൾ. VV മിനറൽസ് എന്ന സ്വകാര്യ കരിമണൽ കമ്പനിയുടെ ചാക്കുകൾ മണവാളക്കുറിച്ചി പ്ലാന്റിൽ പാക്ക് ചെയ്യാൻ ഒത്താശ ചെയ്തതിനെ തുടർന്നാണ് ഈ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയത്. മണവാളക്കുറിച്ചിയിലെ IRE പ്ലാന്റിൽ ഗ്രാനൈറ്റ് പ്രൊഡക്ഷൻ കമ്പനി പോലും അറിയാതെ VV മിനറൽസ് എന്ന വിവാദ സ്വകാര്യ കരിമണൽ കമ്പനിയുടെ ചാക്കിൽ നിറച്ച് കടത്താൻ ശ്രമിച്ചതിനെ തുടർന്നാണ് മാർക്കറ്റിംഗ് സീനിയർ മാനേജർ KES രാമകൃഷ്ണനെ അന്വേഷണ വിധേയമായി കൊല്ലം ചവറ IREയിലേക്ക് സ്ഥലം മാറ്റിയത്. സ്വകാര്യവൽക്കരണത്തിന് മുൻകൈയെടുക്കുന്നുവെന്ന ആരോപണ വിധേയനായ KES രാമകൃഷ്ണനെ ചവറയിൽ കുടിയിരുത്തുന്നത് വൻതോതിൽ കരിമണൽ കടത്താനുള്ള ഗൂഢാലോചനയുടെ ഭാഗമെന്നാണ് തൊഴിലാളികളുടെ ആരോപണം. അറിയപ്പെടുന്ന ഇത്തരത്തിലുള്ള സ്വകാര്യ കുത്തകളുടെ ബിനാമിയായിട്ടുള്ള രാമകൃഷ്ണനെ IREയുടെ ചവറമേലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം പൊതുവെ UDF ഗവൺമെന്റ് വന്നതിന് ശേഷം അടച്ചുപൂട്ടലിന്റെ വക്കലെത്തി നിൽക്കുന്ന ചവറ IRE സ്വകാര്യ മേഖലയിലേക്ക് IREയെ മാറ്റാൻ ആവശ്യം തരത്തിലേക്കുള്ള സംരംഭത്തിന്റെ ഭാഗമാണ് ശ്രീ രാമകൃഷ്ണൻ എന്ന ബിനാമിയുടെ ചവറ IRE യൂണിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഞങ്ങൾ ന്യായമായി സംശയിക്കുകയാണ്. തൂത്തുക്കുടിയിലെ VV മിനറൽസ് എന്ന കമ്പനി കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ നിന്ന് ദിവസേന കോടികളുടെ കരിമണൽ കടത്തുന്നതായി 2014 ജനുവരിയിലാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്നത്തെ മേധാവി വിൻസെന്റ് എം പോൾ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചത്. എന്നാൽ തുടരന്വേഷണം ഉണ്ടായില്ല. അതേസമയം തമിഴ്നാട്ടിലും VV മിനറൽസിനെതിരെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കെയാണ് KES രാമകൃഷ്ണൻ വിവാദ കമ്പനിക്ക് വേണ്ടി കരുനീക്കം നടത്തിയത്. ഈ സാഹചര്യത്തിലാണ് തൊഴിലാളികളുടെയും പ്രതിഷേധം. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഭക്തലക്ഷങ്ങളെ സാക്ഷിയാക്കി പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞു. വൈകുന്നേരം 6:40ഓടെയാണ് മകരജ്യോതി തെളിഞ്ഞത്. പന്തളത്തു നിന്നെത്തിയ തിരുവാഭരണങ്ങൾ അയ്യപ്പനെ അണിയിച്ച ശേഷം ദീപാരാധനയ്ക്കായി നട തുറന്നതോടെയാണ് മകരജ്യോതി തെളിഞ്ഞത്. വൻ ഭക്തജന തിരക്കാണ് പമ്പയിലും സന്നിധാനത്തും പൊന്നമ്പലമേട്ടിലും അനുഭവപ്പെട്ടത്.